ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ലഞ്ച് ബോക്സ് റെസിപ്പീസാണ്. വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 4 വെറൈറ്റി റൈസ് റെസിപ്പീസാണ്. ആദ്യം നമുക്ക് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ നല്ലൊരു ടൊമാറ്റോ റൈസ് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ്, വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. എണ്ണ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ഏലക്കയും 3 ഗ്രാമ്പുവും ചെറിയ പീസ് അളവിൽ 2 കറുവാപ്പട്ടയും എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. കൂടെ ഇതിനോടൊപ്പം വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്, മുഴുവൻ പെരിഞ്ജീരകം. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് സവാളയിൽ ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആ ഒരു സവാള ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരെണ്ണമാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ. നമുക്ക് ഒരുപാട് കളർ മാറിപ്പോകണം എന്നില്ല, പക്ഷേ ഇരുന്നാലും നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി കിട്ടേണ്ടതായിട്ടുണ്ട്. നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടിക്കോളും. ഒരല്പസമയം മാത്രം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് നിന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ആ കളറ് മാറുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജാണ് ഈ ഒരു സമയം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. കൂടുതലാകണ്ട കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് ലൈറ്റായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും, ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ 1.5 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ, അധികം പുളിയില്ലാത്ത തക്കാളി. ആ തക്കാളി ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് ഒരു 3 വറ്റൽമുളകും കൂടിയാണ്. അപ്പോൾ ഈ വറ്റൽമുളകും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ഒരു കൂട്ടുകൂടി നമുക്ക് അതിലേക്ക് ചേർക്കാവുന്നതാണ്. തക്കാളി മിക്സും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് വഴറ്റണം എന്നില്ല, നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ച് കളർ കൂടുതൽ കൊടുക്കും, അപ്പോൾ അതിൻ്റെ പേരിലാണ് ചേർക്കുന്നത്. എരിവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു 1-2 മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരല്പം നേരം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ നല്ല രീതിക്ക് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വേണ്ടത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ഒരു തക്കാളിയും കൂടിയാണ്. മീഡിയം സൈസിലെ ഒരു തക്കാളി മാത്രം ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്താൽ മതിയാവും. തക്കാളിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കൂടിയാണ്. നമ്മുടെ ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി. അപ്പോൾ വെള്ളവും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല രീതിക്ക് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിളച്ച് തുടങ്ങുന്ന സമയം മാത്രം ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ചോറ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 200 ഗ്രാം അളവിൽ ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ ചോറും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന് പകരം നമുക്ക് ജീര റൈസോ കൈമ റൈസോ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊന്നിയരി എടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ആ ചോറ് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ബസ്മതി റൈസിനും ജീര റൈസിനും ഒക്കെയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലൊരു ടൊമാറ്റോ റൈസ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിർബന്ധമാണെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു തൈര് സാലഡ് മാത്രം മതിയാവും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് ഒരല്പം മാത്രം മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയിലയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ റൈസാണ് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ഏലക്കയും ചെറിയ പീസ് അളവിൽ 2-3 പീസ് കറുവാപ്പട്ടയും ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ചെറിയൊരു പീസ് വയനയിലയും കൂടി. ഇനി വേണ്ടത് ഉപ്പാണ്. നമ്മൾ ഈ വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഇങ്ങനെ മുമ്പിൽ നിൽക്കണം. ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം. കൂടെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. പരസ്പരം റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി, വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ റൈസ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അളവിലെ വെള്ളം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുക വേണം നമ്മളിതിലേക്ക് റൈസ് ചേർക്കാനായിട്ട്. റൈസ് ചേർത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും റൈസ് നന്നായിട്ടുണ്ടായിരിക്കണം. നല്ല റൈസിൽ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് കിട്ടത്തുള്ളൂ. ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് നമ്മുടെ റൈസെല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരുപാട് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കരുത്. ഒരു 90% മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 90% മാത്രമേ വെന്തിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടില്ല. ഇനി ഇതുടൻ തന്നെ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാർന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യും ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് മീഡിയം സൈസിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ക്യാരറ്റ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരല്പം ക്യാബേജും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി വേണ്ടത് ക്യാപ്സിക്കമാണ്. അത്യാവശ്യം വലിയ ക്യാപ്സിക്കത്തിൽ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഹൈയിൽ വേണം വെച്ചിരിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും പാടെ മാറിപ്പോകും. ഒരു പകുതി അളവിൽ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും എപ്പോഴും ഫ്രൈഡ് റൈസിന്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ സോയ സോസാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഒരു 2 പിഞ്ച് അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ വെജിറ്റബിൾസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂടണം എന്നുള്ളവർക്ക്, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോയ സോസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതും കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മാത്രം ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ചോറ് പൊടിയാതെ ഒന്ന് നോക്കിയേക്കണം. ഫ്ലെയിം ഈ സമയത്തൊക്കെ ഹൈയിൽ വേണം വെക്കാനായിട്ട്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റ് നമുക്ക് വേണ്ടത് ഒരല്പം സ്പ്രിംഗ് ഓണിയനും കൂടിയാണ്. സ്പ്രിംഗ് ഓണിയൻ എപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മല്ലിയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈസാണ്. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇനി നമുക്ക് കുക്കറിൽ എളുപ്പത്തിലൊരു വെജ് റൈസ് തയ്യാറാക്കിയാലോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. ഞാനിപ്പോൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ജീര റൈസും എടുക്കാവുന്നതാണ്, കൈമ റൈസും എടുക്കാവുന്നതാണ്. 1.5 കപ്പ് അളവിലാണ് കേട്ടോ അരി എടുക്കുന്നത്. അത് നമുക്കൊരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ അരി ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. അരി 2-3 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. 2-3 തവണ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് തക്കാളിയിൽ 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഇച്ചിരി മീഡിയം സൈസിൽ നിന്ന് ഒരല്പം കൂടി ചെറിയ സവാളയിൽ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും കേട്ടോ. ഒരുപാട് സവാള നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. കൂടെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലികളാണ്. അപ്പോൾ തീരെ ചെറിയ വെളുത്തുള്ളി അല്ലി ആയതിൻ്റെ പേരിൽ ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 വെളുത്തുള്ളി അല്ലി മതിയാവും. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണുള്ളതെങ്കിൽ അതും ചേർക്കാവുന്നതാണ്.
ഇനി വേണ്ടത് ഒരു 3 പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ പുതിനയില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് മല്ലിയില മാത്രം ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. കൂടെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണം എന്നുള്ള ആവശ്യമില്ല, തക്കാളിയിൽ വെള്ളമുണ്ട്. അത് തീരെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി. കംപ്ലീറ്റ് ആയിട്ട് നെയ്യിൽ തന്നെ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് കൂടുതൽ നെയ്യ് ചേർക്കാവുന്നതാണ്. എണ്ണയും നെയ്യും ഒക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറിയ പീസ് അളവിൽ കറുവാപ്പട്ടയും 2 ഏലയ്ക്ക, 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. മുഴുവൻ പെരിഞ്ജീരകം ഇത് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മിക്സിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു മസാല കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടായി വഴണ്ട് കിട്ടിക്കോളും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, അത്യാവശ്യം വലിയ ക്യാരറ്റിൽ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ബീൻസ് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി. ഈ ബീൻസിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർക്കണം എന്നുള്ളത് കോളിഫ്ലവർ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും. അപ്പോൾ തൈരും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് ഇളക്കി യോജിപ്പിക്കണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. അപ്പോൾ 2.25 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. കൂടെ തന്നെ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് ഒരല്പം ഫ്രണ്ടിൽ നിൽക്കണം. അങ്ങനെ വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പയിലേക്ക് മാറ്റി കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ അരി ചേർക്കുന്നത്. അരിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് മീഡിയത്തിൽ ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതിയാവും. ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ഹൈയിലും വെക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി തുടർന്ന് തന്നെ നമ്മൾ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്ന് പോകട്ടെ. ഒരു 15-20 മിനിറ്റിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വെജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ വേണമെന്നില്ല. നല്ലൊരു തൈര് സാലഡ് മാത്രം മതിയാവും. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതുപോലെ വെജ് റൈസ് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. വീട്ടിൽ ചോറ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് സൈഡായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഗാർലിക് റൈസ് ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൈസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 8-10 വെളുത്തുള്ളി അല്ലി എടുക്കാം. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ 5 വെളുത്തുള്ളി അല്ലി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 8ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതൊരു ഇടികല്ലിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിനോടൊപ്പം വേണ്ടത് കശ്മീരി ചില്ലി പൗഡറാണ്. നല്ല എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറയെ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇച്ചിരി കളർ കൊടുക്കും. എരിവ് നല്ലതുപോലെ കുറവായിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ വേണം മുളക് പൊടി ചേർക്കാനായിട്ട്.
കൂടെ ഇനി വേണ്ടത് ഒരല്പം മാത്രം ഉപ്പും കൂടിയാണ്. നമ്മൾ ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളതെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് സ്മൂത്തായിട്ട് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ രീതിക്കൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1-2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം. ബട്ടറും നെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സാധാരണ കുക്കിംഗ് ഓയിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം നന്നായിട്ട് ഇനി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. കാരണം നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ പേരിലാണ്. ലൈറ്റായിട്ട് നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുളക് പൊടിയുടെയും വെളുത്തുള്ളി അല്ലിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങും കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലേവർ വന്ന് തുടങ്ങും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ചോറ് ചേർക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ചോറ് ചേർക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം മസാല കൂടുതലായിട്ട് വേണമോ അതിനനുസരിച്ചിട്ട് കുറച്ച് ചോറും കുറഞ്ഞ അളവിൽ മസാല മതിയെങ്കിൽ കൂടുതൽ അളവിൽ ചോറും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചോറ് ചേർത്തിട്ടുള്ളത്. ചോറ് ചേർത്തിട്ടും ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാവുന്നതാണ്. ബസ്മതി റൈസോ ജീര റൈസോ കൈമ റൈസോ അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഏത് ചോറാണോ വെക്കുന്നത് ആ ചോറിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മസാല എല്ലാം ചേർത്ത് ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടി. നാരങ്ങ നീര് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷും നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ചോറ് മാത്രമേ വീട്ടിലുള്ളൂ, പ്രത്യേകിച്ച് കറികളൊന്നും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചടപടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു വെറൈറ്റി റൈസാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സൈഡായിട്ട് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തൈര് സാലഡ് കൂടെ എടുക്കാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ വീട്ടിലൊരു ഗാർലിക് റൈസ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.